ഹായ് ഫ്രണ്ട്സ്, മിന്നൂസ് കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് ഞാൻ കരുതുന്നു. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ 4 മണി പലഹാരമാണ്. ഒരു അടിപൊളി സ്നാക്സാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. റവ കൊണ്ടൊരു ചിപ്സാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് റവ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഈ റവ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ റവ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഭൂരിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ മാവ് കുഴക്കില്ലേ, അതേപോലെ നമുക്ക് കുഴച്ചെടുത്താൽ മതി. നമുക്ക് എണ്ണ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴത്തേക്ക് ഇത് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എണ്ണ ചേർത്തത്. ഇനി നമുക്ക് 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്കിനി അടപ്പ് തുറക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിങ്ങനെ മാവ് പരത്തുന്ന സ്ഥലത്ത് നമുക്ക് ഇച്ചിരി മാവ് നമുക്ക് തൂറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ ചിപ്സ് നന്നായിട്ട് 2 സൈഡും നല്ല ബ്രൗൺ കളർ ആവണം. അപ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ റവ കൊണ്ട് ഉണ്ടാക്കിയ ചിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.